Attende Domine, et miserere, quia peccavimus tibi. ഈശോയിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിനെ സ്പർശിക്കാനായി തിരക്കൂട്ടുന്ന ജനങ്ങളെയാണ്. എന്തുകൊണ്ടാകാം യേശുവിനെ സ്പർശിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നത്? യേശു ദൈവപുത്രനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ? ഒരിക്കലുമല്ല. കഴിഞ്ഞ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും യേശു മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നത്. അതുപോലെ ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രോഗികൾ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതാണ്. ഇവിടെ അവർക്കറിയാം യേശുവിനെ കണ്ടാൽ, യേശുവിനെ സ്പർശിച്ചാൽ അല്ലെങ്കിൽ യേശു അവരെ സ്പർശിച്ചാൽ അവർ സുഖപ്പെടുമെന്ന്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് ആ വിശ്വാസമില്ലാത്തത്? നമുക്ക് യേശുവിനെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ട്, യേശുവിന്റെ അടുത്ത് ഇരിക്കാൻ കഴിഞ്ഞിട്ട് നാം എന്തുകൊണ്ടിരിക്കുന്നില്ല? എന്തുകൊണ്ടിരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു തരത്തിൽ നാമും രോഗികളാണ്. ചിലപ്പോൾ സ്വാർത്ഥത, അല്ലെങ്കിൽ കോപം, അല്ലെങ്കിൽ അസൂയ, ഇങ്ങനെ പലതരം രോഗം നമ്മെ പിടിപെട്ടിട്ടുണ്ട്. പക്ഷെ നാം അതറിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കാമെന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. കാരണം നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പുറപ്പെടുന്നത്. നമുക്കിവിടെ യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, എന്റെ ഉള്ളിലെ കോപം, എന്റെ അസൂയ, എന്റെ സ്വാർത്ഥതയെല്ലാം മാറ്റി നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നൽകണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.